നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച, ചിരികൾക്കിടയിൽ കൂടി ഒരുപാട് ചിന്തിപ്പിച്ച, ലോകം കണ്ട ഒരു മഹാനായ ചലച്ചിത്രകാരൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ ഏകദേശം പിടികിട്ടിക്കാണും. ചാർലി ചാപ്ലിൻ. അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് 47 വർഷം തികയുകയാണ്. ഇതിഹാസ ഹാസ്യതാരം ചാപ്ലിനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ലോകം ഇന്നും സ്മരിക്കുന്നു. മൗനം കൊണ്ട് ആരവങ്ങളുടെ അലകളുയർത്തിയ അസാമാന്യ പ്രതിഭ ചാർലി ചാപ്ലിൻ വിടവാങ്ങിയിട്ട് 47 വർഷം തികയുന്നു. 1889 ഏപ്രിൽ 16 ബ്രിട്ടനിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന ചാൾസ് സ്പെൻസർ ചാപ്ലിന്റെ ചെറുപ്പകാലം പട്ടിണിയുടെയും ഇല്ലായ്മയുടെയും നടുവിലായിരുന്നു. 5-ാം വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ ചാപ്ലിൻ 80-ാം വയസ്സുവരെ അഭിനയരംഗത്ത് തുടർന്നു. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് ട്രാംപ് എന്ന കഥാപാത്രമായിരുന്നു. ജാക്കറ്റും വലിയ പാന്റും ഷൂസും കറുത്ത തൊപ്പിയും ധരിച്ച ട്രാംപ് നല്ല മനസ്സും ശീലങ്ങളുമുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഭാഷകൾക്കതീതനായി ലോകത്തെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം വിളമ്പിയ ഓരോ വാക്കിലും ചിരിയോടൊപ്പം ചിന്തയും അടങ്ങിയിരുന്നു. ചാപ്ലിന് സിനിമ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മാധ്യമമായിരുന്നു. ചാപ്ലിന്റെ കോമാളിത്തരങ്ങൾ കണ്ട് നാം ചിരിച്ചപ്പോൾ നമ്മളറിയാതെ അത് നമ്മളിലേക്ക് കൈമാറിയത് ശക്തമായ രാഷ്ട്രീയ ബോധമായിരുന്നു. ചാപ്ലിന്റെ രാഷ്ട്രീയം ഉടലെടുത്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയായിരുന്നു. തെരുവിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അദ്ദേഹം ശരിയായ രാഷ്ട്രീയം ഉൾക്കൊണ്ടു. തന്റെ കഥയിലൂടെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ശക്തമായി ചാപ്ലിൻ തിരിച്ചടിച്ചു. അടിസ്ഥാന ജനവിഭാഗങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായിരുന്നു ചാപ്ലിൻ സിനിമകൾ. മുതലാളിത്വത്തിന്റെ മനുഷ്യത്വവിരുദ്ധതയെ വിമർശിച്ചുകൊണ്ട് 1936 പുറത്തുവന്ന മോഡേൺ ടൈംസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നതിനാൽ അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് നാടുകടത്തുകയും പിന്നീട് ശിഷ്ടകാലം അവിടെ കഴിയേണ്ട അവസ്ഥയും ഉണ്ടായി. അമേരിക്കയിൽ നിന്ന് തനിക്ക് കേൾക്കേണ്ടി വന്ന അനുഭവങ്ങളെ എ കിങ് ഇൻ ന്യൂയോർക്ക് എന്ന സിനിമയിലൂടെ ചാപ്ലിൻ വിശദീകരിച്ചു. 2-ാം ലോക മഹായുദ്ധകാലത്ത് ഏകാധിപത്യവും നരഹത്യയും നടത്തിയ അഡോൾഫ് ഹിറ്റ്ലറെ പരിഹസിച്ചാണ് 1940 ഒക്ടോബറിൽ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചിത്രം ചാപ്ലിൻ റിലീസ് ചെയ്തത്. മുഖസാദൃശ്യം, ടൂത്ത് ബ്രഷ് മീശ എന്നിവ കാരണം എഡനോ ഡിങ്കൽ എന്ന ഏകാധിപതി പ്രേക്ഷകർക്ക് ചിരികൾക്കൊപ്പം ചിന്തയും സമ്മാനിച്ചു. എ വുമൺ ഓഫ് പാരീസ്, ദി ഗോൾഡ് റഷ്, ദ സർക്കസ്, സിറ്റി ലൈറ്റ്സ് തുടങ്ങിയ സിനിമകൾ ഇന്നും ലോക സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരമാണ്. 2 തവണ ഓസ്കാർ പുരസ്കാരവും ചിരിയുടെ രാജാവിനെ തേടിയെത്തി. 1977 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ 88-ാമത്തെ വയസ്സിൽ സ്വിറ്റ്സർലൻഡിലെ വിവിയിൽ വെച്ച് ലോകത്തോട് ചാപ്ലിൻ വിട പറഞ്ഞപ്പോൾ ഒരു കാലഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തിയാണ് ആ മഹാപ്രതിഭാശാലി നടന്നകന്നത്. വിഷ്ണുപ്രിയ, കൈരളി ന്യൂസ്.